നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് നല്ല വേനൽ മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പല രുചികളും ഇങ്ങനെ മനസ്സിൽ കൂടെ ഓർമ്മ വന്നു. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് ആദ്യം ഓടി വന്നത് നമ്മുടെ തട്ടുകടയിലെ നല്ല മൊരിഞ്ഞ മുളക് ബജിയും നല്ല ചുവന്നിരിക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ ഏതാ ചൂട് ചായയും കൂട്ടിയിട്ട് ഇതിങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾക്ക് കൂടി ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ മൊരിഞ്ഞ മുളക് ബജിയുടെ ആ ടേസ്റ്റ്, അതേ ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ രുചിക്കൂട്ട് എന്ന് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ചൂടുള്ള മുളക് ബജിയും ചമ്മന്തിയും ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ നല്ല ചൂട് ചായ ഉണ്ട്, നല്ല ആവി വറുക്കുന്ന ചായ. അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഈ സ്പൂണിലാട്ട് അരിപ്പൊടി എടുത്തത്, അതാണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. വെള്ളത്തിനാണ് കൃത്യമായിട്ട് ഒരളവില്ല കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയിട്ട് വെള്ളം നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലൊരു കുറച്ച് സോഡാപ്പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തോന്നിയപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ തട്ടുകടയിൽ നിൽക്കുന്ന നമ്മുടെ മുളക് ബജിക്ക് ആ കളറൊക്കെ കിട്ടാനുള്ള ഒരു രഹസ്യം. അതാണ് ഒരു ഫുഡ് കളറോടെ ചേർത്തിട്ടാണ് റെഡിയാക്കാറ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആ മുളക് ഞാൻ 2 പീസാക്കി കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാനിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളി അതുപോലെ തന്നെ ഒരു സവാളയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അതുപോലെ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. കാരണം നല്ല ചുവന്നിരിക്കണമല്ലോ നമ്മുടെ ഈ ചട്നി. തട്ടുകടയിൽ നിൽക്കുന്ന ചട്നി അങ്ങനെയാണല്ലോ, നല്ല ചുവന്നിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഞാനത് പാത്രത്തിലേക്ക് മാറ്റി അത് ചൂടാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മുളക് ബജി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് നമ്മുടെ മാവിൽ മുക്കി പൊരിച്ച് നമ്മുടെ മുളക് ബജി എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കോരി മാറ്റാണ്. പിന്നെ നമ്മുടെ ഈ മുളക് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന അത്ര ഓയിൽ വയ്ക്കുമ്പോൾ നല്ല ഗുണ്ടുമണിയനായിട്ടുള്ള മുളക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത്ര ഓയിലൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് അത്ര അങ്ങോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ്. എങ്കിലും നമ്മുടെ മുളക് ബജി അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചുവന്നിരിക്കുന്ന ചമ്മന്തിയും നല്ല മൊരിഞ്ഞ മുളക് ബജിയും നല്ല മണമുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കൺട്രോൾ പോവാണ്. അതും നല്ല ചൂട് ചായയും കൂട്ടി ഞാനൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.